ഹലോ വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, അതായത് പഞ്ഞി പോലെ ഇരിക്കുന്ന പാലാഴയുടെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 240 ml കപ്പിലാണ് പച്ചരി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് വരാം. ഇപ്പോൾ നല്ലപോലെ അരിയൊക്കെ കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് കോരാനായിട്ട് വെക്കണം. അപ്പോൾ അതിന് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 മണിക്കൂർ ഇത് നല്ലപോലെ കോരാനായിട്ട് നമുക്ക് ഇത് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇതാ 4 മണിക്കൂറിന് ശേഷം നല്ലപോലെ അരി കോന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ വെള്ളം മാറ്റിയതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചാണ് നമ്മളിത് അരി അരച്ചെടുക്കേണ്ടത്. അതിനായിട്ട് ഇതാ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുത്ത്, അതായത് കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു 1.25 കപ്പ് ഒന്നാം പാലാണ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. അപ്പോൾ ആ അരച്ചെടുക്കുന്ന സമയത്ത് വേണം ബാക്കി ഇരിക്കുന്ന അരിയും കൂടെ അരച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഇതാ ഒരു മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട ഒഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ പാലാട് കുറച്ചുകൂടെ സോഫ്റ്റ് ആവും. ഇപ്പോൾ ഇതാ അരി നല്ല ഫൈനായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ രണ്ടാം പാൽ 1 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം കട്ടി ഉണ്ടെങ്കിൽ മാത്രമേ അതായത് ബാക്കി പാലുണ്ടെങ്കിൽ, തേങ്ങാപ്പാലുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, അതാണ് ടേസ്റ്റ്. ഇനി അടിച്ചു വെച്ചിരിക്കുന്ന മാവ് ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ പാലാട ഉണ്ടാക്കുന്ന സമയത്ത് സോഫ്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇത് പാലാട അരിക്കുന്ന അരിപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ മറ്റേ അരിപ്പുണ്ടെങ്കിൽ അതായാലും മതി. ഇപ്പോൾ ഇതാ ഞാൻ നല്ലപോലെ ഒരു 2-3 പ്രാവശ്യം ഇത് അരിച്ചെടുക്കണം. അപ്പോൾ ഈ പാലാട അരിപ്പിലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് തരിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ കിട്ടും. അപ്പോൾ അതായത് നമ്മളിപ്പോൾ 4 പ്രാവശ്യം അരിക്കേണ്ടതൊക്കെയാണെങ്കിൽ ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ ഇത് ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് അരിച്ചെടുക്കുന്നത്. അതായത് തരി കൂടുതൽ ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് പാലാട നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 2-3 പ്രാവശ്യം അരിക്കാനായിട്ട് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് ഇതൊന്ന് ഇളക്കി നോക്കാം. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ വെള്ളം ഒഴിക്കേണ്ടയോ തേങ്ങാപ്പാൽ ഒഴിക്കേണ്ടോ ഒന്നും ആവശ്യമില്ല. ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ഇട്ടിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ 1 മണിക്കൂറാണ് ഞാനിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നത്. അതിന് ശേഷമാണ് പാലാട ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതാ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം മാത്രമേ ഇത് നമുക്ക് ചുട്ടെടുക്കാവൂ. അപ്പോൾ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒഴിക്കുന്ന സമയത്ത് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട്, അതായത് മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മളെ പാലാട ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ മറിച്ചിടേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് സൈഡിലോട്ട് ആക്കിയതിന് ശേഷം ഇതുപോലെ അടുത്ത സൈഡിൽ നിന്ന് ഇങ്ങോട്ടാക്കുക. അതായത് ട്രയാങ്കിൾ ഷേപ്പിൽ വേണം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നല്ലതാ സോഫ്റ്റ് ആയിട്ടുള്ള പാലാട റെഡിയാവും. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ പാലാട ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പ്ലേറ്റിൽ സെപ്പറേറ്റ് ആയിട്ട് വേണം മാറ്റി വയ്ക്കാനായിട്ട്. അപ്പോൾ തണുത്തതിന് ശേഷം മാത്രമേ ഒരുമിച്ച് വയ്ക്കാവൂ, ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഞാൻ കൈ കൊണ്ട് ഒന്ന് ഇങ്ങനെ മടക്കി എടുക്കണമെന്നുള്ളൂ, കാരണം ഞാനെപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നമ്മുടെ ചട്ടുകം വെച്ചിട്ട് ഒന്ന് മറിച്ചെടുത്താലും മതി. അപ്പോൾ ചട്ടുകം എടുക്കുന്ന സമയത്ത് 2 സൈഡും ഒന്ന് എണ്ണ തേച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ പാലാട നിങ്ങൾ എടുക്കാവൂ. അല്ലെങ്കിൽ ആ ചട്ടുകം ഫുള്ളും മാവ് ഒട്ടിയിരിക്കും. കാരണം നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന മാവാണ്, അതായത് പാലാടയാണ്. അപ്പോൾ അതിങ്ങനെ ഒട്ടിയിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് എണ്ണ തേച്ചതിന് ശേഷം എടുക്കേണ്ടത്. ഇനിയിപ്പോൾ ചട്ടുകം ഇല്ലാതെ തന്നെ നമ്മൾ നോൺ സ്റ്റിക്കിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചരിച്ചു കൊടുത്താൽ മതി. അത് കറക്റ്റായിട്ട് ഇളകി വന്നോളും. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ പാലാട ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ ബാക്കി മാവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലാടയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ചിക്കൻ കറിയുടെ കൂടെയോ ഏത് കറിയുടെ കൂടെയും നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. കൂടുതലും ഇത് കല്യാണ വീടുകളിലാണ് പാലാട കാണാറുള്ളത്. അപ്പോൾ ഈ പാലാട റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്